ടിക്ടോക്ക് കാലം മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മലയാളികൾക്ക് സുപരിചിതയാണ് സൗഭാഗ്യ വെങ്കടേഷ്. നടി താര കല്യാണിന്റെ മകൾ എന്ന രീതിയിലല്ല, ടിക്ടോക്കിൽ സൗഭാഗ്യ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാണ് താരത്തിന് ആരാധകരുണ്ടായത്. ടിക്ടോക്ക് നിർത്തലാക്കിയപ്പോഴാണ് സൗഭാഗ്യ ഇൻസ്റ്റഗ്രാം റീൽസിലേക്കും യൂട്യൂബ് ചാനലിലേക്കും തിരിഞ്ഞത്. സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുനും ജനപ്രിയനാണ്. ഇരുവരും ചേർന്നാണിപ്പോൾ താര കല്യാണിന്റെ ഡാൻസ് സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ബോഡി ഷേമിംഗ് കമന്റുകൾ പലപ്പോഴായി സൗഭാഗ്യയുടെ വീഡിയോകൾക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. പൊതുവേദികളിൽ സൗഭാഗ്യ പ്രത്യക്ഷപ്പെടുമ്പോഴുള്ള വീഡിയോകൾക്ക് താഴെയാണ് അത്തരം കമന്റുകൾ കൂടുതലായും വരാറ്. അത്തരം കമന്റുകൾ കാണുമ്പോൾ ദേഷ്യം വരാറുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അവയെ അവഗണിക്കാൻ പഠിച്ചുവെന്നും അർജുനും സൗഭാഗ്യയും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ശരീരത്തെ മോശമായി വർണ്ണിച്ചുള്ള കമന്റുകളും മറ്റും കാണുമ്പോൾ ചില സമയത്ത് ദേഷ്യം വരും. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്രയെന്ന് പറഞ്ഞാലും കേസ് കൊടുക്കാനും കഴിയില്ല. ബോഡി ഷേമിംഗ് തെറ്റാണെന്ന് ചിലരെങ്കിലും മനസ്സിലാക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഫംഗ്ഷൻസിനും മറ്റും പോകുമ്പോൾ പലരും വന്ന് വീഡിയോ എടുക്കും. പക്ഷേ ഇതിൻ്റെ ഔട്ട് എങ്ങനെയാണ് വരികയെന്ന് നമുക്കറിയില്ല. ചിലത് വൾഗറായി കാണിച്ചാണ് പുറത്തേക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മീഡിയയെ കാണുമ്പോൾ അറിയാതെ കോൺഷ്യസ് ആകും. ക്യാമറ ഒരു വെപ്പൺ പോലെയായി. വേറൊരാളുടെ കയ്യിലാണ് ഒരാളുടെ വിധി ഇരിക്കുന്നത് എന്നത് പേടിപ്പെടുത്തുന്ന ഒന്നാണ്. മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ പോകാൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു. എൻ്റെ ഭാര്യയെ പറയുന്നവനോട് നിന്റെ അമ്മയാണ് അങ്ങനെയെന്ന് പറയാനുള്ള മനസ്സെനിക്കില്ല. കണ്ടാൽ ചെവിക്കല്ല് അടിച്ചു തിരിക്കും. എനിക്കതാണ് ഇഷ്ടം. അല്ലാതെ തിരിച്ചിരുന്ന് കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് അർജുനും പറഞ്ഞു. വോയിസ് മെസ്സേജ് ഇടാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്തേനെ. എങ്കിലേ എൻ്റെ ഇമോഷൻസ് കറക്റ്റായി അവിടെ എത്തും. നേരിട്ട് വന്ന് പറയാൻ ഗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് പറയട്ടെ. ഗാന്ധിജിയെപ്പറ്റി തപ്പിയാലും ഗാന്ധിജി സ്നേവൽ എന്ന് പറഞ്ഞു കാണും. അതാണ് ലോകം. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളെ പോലും ബഹുമാനിക്കില്ല. പിന്നെയല്ലേ നമ്മളെ. ഇത്തരം കമൻറ്റുകൾ മാക്സിമം സഹിക്കുന്നു, അവഗണിക്കുന്നു, അത്രമാത്രം. ആളുകൾ പല ടൈപ്പാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും അർജുൻ പറയുന്നു. തങ്ങളുടെ അഭിമുഖങ്ങൾ പകർത്താൻ എത്തിയിട്ടുള്ള മീഡിയക്കാരിൽ നിന്നുണ്ടായിട്ടുള്ള മോശം അഭിമുഖങ്ങൾ ഇരുവരും പങ്കുവച്ചു. കുറച്ചു നാൾ മുമ്പ് വന്ന ഒരു അഭിമുഖത്തിൽ എന്നെ ഇവൾ ജോലിക്ക് വിടില്ലെന്ന് അർജുൻ ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം മാത്രം വെട്ടി പുറത്തുവിട്ടു. ആ വീഡിയോ ഭാഗം വൈറലായ ശേഷം സൗഭാഗ്യയാണ് അർജുൻ്റെ കരിയർ തകർത്തതെന്ന് നാട് മുഴുവൻ പ്രചരിച്ചു. ആ വീഡിയോയ്ക്ക് താഴെ എത്രയെത്ര കമൻസാണ് വന്നതെന്നറിയാമോ? അർജുൻ ചേട്ടൻ തമാശയ്ക്ക് പറഞ്ഞതാണ് ആ ഡയലോഗ്. ചിലപ്പോഴൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കർമാരും വെറുപ്പിക്കാറുണ്ടെന്നും സൗഭാഗ്യ പറഞ്ഞു. ടോം ആൻഡ് ജെസ്സി സിറ്റ്കോമിലാണ് അർജുൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. അർജുന് ആരാധകരുണ്ടായത് താരം ചക്കപ്പഴം എന്ന സിറ്റ്കോമിൽ ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശേഷമാണ്. ഇപ്പോഴും അർജുനെ കാണുമ്പോൾ